രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോക മഹായുദ്ധങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിൽ യുദ്ധമായിരുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയെങ്കിൽ ഇന്ന് ഇസ്ലാമിക ഭീകരവാദം ശക്തി പ്രാപിച്ച രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ രൂപത്തിലാണ് ഇന്ന് പ്രതിസന്ധികൾ, വെല്ലുവിളികൾ യൂറോപ്പിൽ ഉടനീളം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. 2015 ശേഷം യൂറോപ്പിൽ അനധികൃത കുടിയേറ്റക്കാർ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകളും വാദപ്രതിവാദങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലുമൊക്കെ ചർച്ചയായിട്ടുണ്ട്. എന്നാൽ ആ ഒരു അനധികൃത കുടിയേറ്റം സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾ, അതിന്റെ ഭീകരത എത്രത്തോളം ഉണ്ട് എന്ന് പല രീതിയിലുള്ള ചർച്ചകളിലും പലരും വിളിച്ചു പറഞ്ഞിട്ടും ഈ അടുത്ത നാളുകളിലെ ചില കണക്കുകൾ അത്ര ശുഭകരമല്ല. പ്രത്യേകിച്ച് 2015 ശേഷവും ഒപ്പം തന്നെ അതിനെ തുടർന്നുള്ള വർഷങ്ങളിൽ ഉണ്ടായതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള അനധികൃത കുടിയേറ്റങ്ങളാണ് ഈ ആഫ്രിക്ക പോലുള്ള ഭൂഖണ്ഡത്തിലെ ഇസ്ലാമിക ഭീകരവാദം ശക്തി പ്രാപിച്ച രാജ്യങ്ങളിൽ നിന്ന്, മധ്യപൂർവേഷ്യയിലെ സിറിയ, ഇറാഖ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന്, അഫ്ഗാനിസ്ഥാൻ പോലുള്ള താലിബാന്റെ കിരാത ഭരണം നടക്കുന്ന രാജ്യത്ത് നിന്നൊക്കെ യൂറോപ്പിലും ഒപ്പം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് UK, സ്പെയിൻ പോലുള്ള രാജ്യങ്ങളിലേക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 10 വർഷം കൺമുൻപിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടും എന്തുകൊണ്ടൊരു തിരിച്ചറിവിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒരു ഭരണകൂടം കടന്നു വന്നിട്ടില്ല. ഈ അഭയാർത്ഥികളുടെ രൂപത്തിൽ ഇസ്ലാമിക ഭീകരർ യൂറോപ്പിലേക്ക് ഒളിപ്പിച്ചു കിടത്തുന്ന നൂതനമായിട്ടുള്ള ചില ഗൂഢതന്ത്രങ്ങളുണ്ട്. അതെന്തുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്പിലെ രാജ്യങ്ങൾ ഭരിക്കുന്നവർ ഇതുവരെ തിരിച്ചറിയുന്നില്ല? അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട്, അത് ലോകമാസകലം ഉണ്ടാക്കുന്ന ഒരു ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഒരു പ്രതിസന്ധി, വെല്ലുവിളികൾ, ഇതൊക്കെയാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ ജോജി. പ്രത്യേകിച്ച് ഈ നിലപാട് ഈ ഒരു പ്രോഗ്രാമിന്റെ പ്ലാറ്റ്ഫോമിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ അനധികൃത കുടിയേറ്റം സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുണ്ടാക്കുന്ന ഇമ്പാക്ട് അല്ലെങ്കിൽ അത് ആ പ്രദേശത്ത് സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നു? അതിന്റെ പല പശ്ചാത്തലങ്ങളുണ്ട്. ഒന്ന്, ബ്രിട്ടനിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ശക്തി പ്രാപിച്ച കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം, ഒപ്പം തന്നെ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെ നമുക്ക് കിട്ടുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. ഈ പ്രത്യേകിച്ച് ഈ അനധികൃത കുടിയേറ്റ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ നടത്തുന്ന ചില തീവ്രവാദ സ്വഭാവമുള്ള ആക്രമണങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കേട്ടതാണ്. അതിനേക്കാളൊക്കെ ഉപരി ചില ആശങ്ക ജനിപ്പിക്കുന്ന കണക്കുകൾ കൂടി നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറയേണ്ടതുണ്ട്. അതായത് ഈ 2015 ആ ഒരു കാലഘട്ടത്തിലാണ് ഈ അനധികൃത കുടിയേറ്റം പ്രത്യേകിച്ച് ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്ന്, അതായത് ഇസ്ലാമിക തീവ്രവാദം ശക്തി പ്രാപിച്ച രാജ്യങ്ങളിൽ നിന്നും, സിറിയ, ഇറാഖ് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന്, അഫ്ഗാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ വടക്കൻ ആഫ്രിക്കയിൽ നിന്നുള്ള ചില രാജ്യങ്ങളിൽ നിന്നൊക്കെ ശക്തി പ്രാപിച്ചത്. അപ്പോൾ അന്ന് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു വികാരം പല യൂറോപ്യൻ രാജ്യങ്ങളിലെ ചില കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ചില കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ സ്പെയിനിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഈ 2021-ൽ 2023-ൽ 2022-നെ അപേക്ഷിച്ച് 80% അധികം ഈ ഇല്ലീഗൽ മൈഗ്രൻസ് സ്പെയിനിലേക്ക് വന്നിട്ടുണ്ട്. യൂറോപ്പിന്റെ മൊത്തത്തിലുള്ള ഒരു കണക്ക് നാം പരിശോധിക്കുകയാണെങ്കിൽ 2023-ൽ 1.14 മില്യൺ, അതായത് അസൈലം സീക്കേഴ്സ് ആണ്. അതായത് ഈ പറയുന്ന കോൺഫ്ലിക്റ്റ് അഫക്റ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ അഭയം നൽകണമെന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻ 1.14 മില്യൺ. അത് 2016-ലൊക്കെ ആണെങ്കിൽ 4.4 മില്യൺ. അതിനുശേഷമുള്ള ഏറ്റവും സെക്കൻഡ് ലാർജസ്റ്റ് ആപ്ലിക്കേഷൻസ് ആണ് ഈ 2023-ൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഇംഗ്ലീഷ് ചാനൽ വഴി ഈ UK-ലേക്കൊക്കെ വരുന്നവരുടെ എണ്ണം ഈ 2024 ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ എടുത്ത് നാം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 4 വർഷങ്ങളിലും ഈ സമാനമായിട്ടുള്ള കാലയളവിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ
ഇല്ലീഗൽ ഇമിഗ്രൻസ് ഈ പറയുന്ന UK-യിലേക്ക് ഇംഗ്ലീഷ് ചാനൽ വഴി വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒപ്പം തന്നെ ഈ പറയുന്നവർ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്, അതും വളരെ പ്രധാനപ്പെട്ടാണ്. അഫ്ഗാനിസ്ഥാൻ നമുക്കറിയാം, ഇസ്ലാമിക ഭീകര സംഘടനയായ താലിബാന്റെ ഭരണം നടക്കുന്നു. ഒപ്പം തന്നെ ഈ പറയുന്ന ഇറാഖിൽ ഉടനീളം അരക്ഷിതാവസ്ഥ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പല ശക്തി കേന്ദ്രങ്ങളും ഉണ്ടായിരുന്ന രാജ്യമാണ് ഇറാഖ്. ഒപ്പം തന്നെ ആഭ്യന്തര കലാപം രൂക്ഷമായിട്ടുള്ള സിറിയ. ഈ രാജ്യങ്ങൾക്കെല്ലാം സമാനമായിട്ടുള്ളൊരു സ്വഭാവമുണ്ട്. അവിടെ ഇസ്ലാമിക ഭീകരവാദം ശക്തി പ്രാപിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ അഭയാർത്ഥികളെ പമ്പ് ചെയ്യുന്ന രാജ്യങ്ങളുടെ ഈ കൂട്ടത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ടർക്കിയാണ് എന്ന വിരോധാഭാസം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനകത്ത് ഒരു കണക്കൂടി പറഞ്ഞ് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ പറയുന്ന കണക്കുകളിൽ ഒരു ആശങ്ക ജനിപ്പിക്കുന്ന വസ്തുത ഉണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ അഭയാർത്ഥികളുടെ രൂപത്തിൽ യൂറോപ്പിലേക്ക് വരുന്നവരുടെ ഒരു പ്രായം, അതായത് ഈ അൺഅക്കമ്പനീഡ് മൈനേഴ്സ് എന്ന് പറയും. അതായത് അവരുടെ രക്ഷിതാക്കളുടെ കൂടെ അല്ലാതെ ഈ ആഫ്രിക്കയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും ഒക്കെ വരുന്ന അൺഅക്കമ്പനീഡ് ഈ മൈനേഴ്സ്, അതായത് ടീനേജ് പ്രായത്തിലുള്ളവരെ നമുക്കറിയാം എങ്ങനെ വേണമെങ്കിലും അവരുടെ ഒരു മനസ്സ് നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിന്റെ ഒരു കണക്കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അതായത് ഈ 2013 യൂറോപ്യൻ യൂണിയനിലേക്ക് വന്ന അൺഅക്കമ്പനീഡ് മൈനേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 11,460 ആയിരുന്നു. 2015 ആയപ്പോഴത്തേക്കും 91,000, അതായത് 91,955 അത്രയും കൂടി. അതായത് 2015 ഇവർ മൈനർ ആണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു യൂത്ത് യൗവന കാലഘട്ടത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. അത് പിന്നെ 2020 ആയപ്പോഴത്തേക്കും 13,000 കുറഞ്ഞു. പക്ഷേ ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2022 ആയപ്പോഴേക്കും 39,515 ഈ അൺഅക്കമ്പനീഡ് മൈനേഴ്സ് അതുണ്ടാക്കുന്ന ഇമ്പാക്ട് നമുക്ക് അടുത്തതായിട്ട് ചർച്ച ചെയ്യാം. നമ്മൾ ഈ കണക്ക് ആദ്യം ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം തന്നെ ഈ 2022 35,200 കുട്ടികളാണ് ഈ ഇല്ലീഗൽ മൈഗ്രൻസിന്റെ രൂപത്തിൽ ഈ ബൾഗേറിയ, സൈപ്രസ്, ഗ്രീസ്, ഇറ്റലി, മാൾട്ട, സ്പെയിൻ പോലുള്ള രാജ്യങ്ങളിൽ വന്നത്. അതിൽ 23,500 കുട്ടികൾ അൺഅക്കമ്പനീഡ് ആണ്. അതായത് അവരുടെ മാതാപിതാക്കളുടെ കൂടെയല്ല, അവർ ഒറ്റയ്ക്ക് അവിടെ ഈ പറയുന്ന ഇല്ലീഗൽ മൈഗ്രൻസിന്റെ കൂടെ ബോട്ടിലൊക്കെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് യൂറോപ്പിലേക്ക് എത്തുന്നു. അവർ യൂറോപ്പിൽ എത്തിക്കഴിയുമ്പോൾ അവരെ എങ്ങനെ ഈ പറയുന്ന ഈ തീവ്രവാദ സംഘങ്ങൾ, ഗൂഢ സംഘങ്ങൾ എങ്ങനെ അവരുടെ അജണ്ടയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു, അത് ഞാൻ അടുത്തൊരു ഘട്ടത്തിൽ വരുമ്പോൾ അത് കൃത്യമായിട്ടും പറയാം. അപ്പോൾ റോബിൻ, ഈ കണക്കുകൾ ശരിക്കും ഒരു ആശങ്ക ജനിപ്പിക്കുന്നതല്ലേ? നമ്മൾ ഈ 2015 ഒരു മൈഗ്രേഷൻ ക്രൈസിസ് ചർച്ച ചെയ്യുന്നുണ്ട്. അതിലൂടെ യൂറോപ്പിൽ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ യൂറോപ്യൻ ജനത കൃത്യമായിട്ട് അറിയാം. പക്ഷെ വീണ്ടും നാം കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ 2022, 2023, 2024 കണക്കുകളൊക്കെ വരുന്നുള്ളൂ. പക്ഷെ എങ്കിൽ പോലും ഈ കണക്കുകൾ വളരെ അധികം ഒരു അശുഭകരമായിട്ടുള്ള ഒരു സൂചന തന്നെയല്ലേ യൂറോപ്പിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നൽകുന്നത്? ഇതിനെ ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ 2 അളവുകോൽ വെച്ച് അളക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ, ഒന്ന് യൂറോപ്പിന്റെ ജനസംഖ്യയും ഒന്ന് യൂറോപ്പിലേക്ക് എത്തുന്ന രാജ്യങ്ങളിലുള്ള ജനസംഖ്യയും, അതിൻ്റെ 2 ഭാഗങ്ങൾ വെച്ച് അളക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാറുണ്ട് യൂറോപ്പിന് ഇനി ഒരു തിരിച്ചുവരവ് ഒരിക്കലുമില്ല. യൂറോപ്പിന് ഇനി ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് ഈ മൈഗ്രൻ്റ് ആയി വരുന്ന ആളുകളിലൂടെ മാത്രമേ ഒരു തിരിച്ചുവരവ് യൂറോപ്പിനുള്ളൂ. യൂറോപ്പിൻ്റെതായിട്ടുള്ള ഒരു തിരിച്ചുവരവിനുള്ള സാധ്യതയില്ല. കാരണം നമ്മൾ നേരത്തെ ചർച്ചകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, യൂറോപ്പിന്റെ ആകെ ജനസംഖ്യയുടെ ഈ ജനന നിരക്ക് എന്ന് പറയുന്നത് അത് 1.5% താഴെയാണ് ആകെ ജനന നിരക്ക്. ഇത് ഈ പറയുന്ന ഈ മെയിൻ ഇപ്പം ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും സ്പെയിൻ ആണെങ്കിലും എല്ലാ രാജ്യങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് ഒരു രസകരമായ ഒരു കണക്കുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു 100 കുട്ടികൾ, ഇപ്പോൾ ജർമ്മനിയിൽ ഒരു 100 കുട്ടികൾ ജനിക്കുകയാണെങ്കിൽ അതിൽ 30 കുട്ടികൾ ഇതേപോലെ പുറത്തുനിന്ന് വന്ന ഈ മുസ്ലിം പാരൻസിന്റെ ആണ് കുട്ടികൾ എന്ന് പറയുന്നത്. സ്പെയിനിന്റെ കണക്ക് ഇതാണ്, 28ആണ്. ബ്രിട്ടന്റെ കണക്ക് ഇതുപോലെ 27ആണ്. ഇറ്റലിയുടെ കണക്ക് ഇതുപോലെ തന്നെയാണ്. ഫ്രാൻസിന്റെ കണക്ക് ഇതുപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇനി ഇവരെ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാം. എന്ന് വെച്ചാൽ യൂറോപ്പിന്റെ തദ്ദേശീയരായ സ്ത്രീകളുടെ ജനന നിരക്ക്, അവരുടെ ജനന നിരക്ക് എന്ന് പറയുന്നത് 1.05 ആണ്. അതാണ് എന്ന് വെച്ചാൽ ഒരിക്കലും തിരിച്ചുവരവില്ല. ഇനി 1.05 ആണ് അവരുടെ ജനന നിരക്ക്. അതേ സമയത്ത് ഈ മുസ്ലിം സ്ത്രീകൾ ജന്മം കൊടുക്കുന്നത് അവരുടെ 2.23%. അതാണ്, അത്ര വലിയ വ്യത്യാസമാണ്. എന്ന് വെച്ചാൽ യൂറോപ്പിൽ 100 കുട്ടികൾ ജനിക്കുമ്പോൾ ആ 100 കുട്ടികളിൽ 30 കുട്ടികളുടെ അടുത്ത് ഈ പുറത്തുനിന്ന് മൈഗ്രൻ്റ് ആയിട്ട് വന്നവരുടെയാണ്. അതിൽ തന്നെ യൂറോപ്പിന്റെ ജനന നിരക്ക് എന്ന് പറയുന്നത് 1.05ഉം മറ്റവരുടേത് 2% മുകളിലുമാണ് നമ്മൾ മനസ്സിലാക്കണം. അത് ജനന നിരക്കിന്റെ കാര്യം. ആ ജനന നിരക്കിന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ തന്നെ യൂറോപ്പിന് ഇനി തിരിച്ചു വരവില്ല. ഇനി മറ്റൊരു കാര്യം, യൂറോപ്പിന്റെ ഏജ് ആവറേജ് എന്ന് പറയുന്നത് 43 വയസ്സാണ് യൂറോപ്പിൻ്റെത്.
43 വയസ്സാണ്. അപ്പം നമ്മൾ ഇത് കമ്പയർ ചെയ്യേണ്ടത് മറ്റു രാജ്യങ്ങൾ, അത് വളരെ രസകരമായിട്ട് നമുക്ക് തോന്നും ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. ഇവിടെയാണ് നമ്മൾ ഈ യൂറോപ്പിലേക്ക് കുടിയേറാൻ പോകുന്ന രാജ്യങ്ങളുടെ ജനന നിരക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ പാകിസ്ഥാന്റെ ജനന നിരക്ക് 3.23% പാകിസ്ഥാന്റെ ജനന നിരക്ക്. എന്ന് വെച്ചാൽ അവിടുത്തെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 21 വയസ്സാണ്. ഒരു പാകിസ്ഥാന്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 21 വയസ്സാണ്. നമ്മുടെ ഇന്ത്യയുടേത് 28 വയസ്സാണ്. ലോകത്തിന്റെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ 30 ആവറേജ്. 2.5% ജനന നിരക്ക്. ആ സമയത്താണെന്ന് ആലോചിച്ച് നോക്കണം, യൂറോപ്പിന്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 43 വയസ്സ്, ആവറേജ് ജനന നിരക്ക് 1.05%. ഇനി നമുക്ക് അപ്പം പാകിസ്ഥാനിൽ നിന്ന് ഇറ്റലിയിലൊക്കെ തെരുവുകളിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന പാകിസ്ഥാനികളാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ യു കെയിലൊക്കെ ഏറ്റവും കൂടുതൽ പിടിച്ചെടുക്കുന്ന പാകിസ്ഥാനികളാണ്. അപ്പൊ ആലോചിച്ച് നോക്കണം, പാകിസ്ഥാന്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 21 വയസ്സാണ്, ജനന നിരക്ക് 3% മുകളിലാണ്. ഇനി നമുക്ക് അങ്ങോട്ട് വരുന്ന മറ്റൊരു ആളുകളുടെ എടുക്കാം, ആഫ്രിക്കൻസിന്റെ എടുക്കാം. ആഫ്രിക്കൻസിന്റെ നൈജീരിയ എടുക്കാം. നൈജീരിയയുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 17 വയസ്സാണ്. 17 വയസ്സാണ് ആവറേജ് ഏജ്. ജനന നിരക്ക് 5% മുകളിലാണ്. 5% മുകളിൽ. ആഫ്രിക്കയുടെ ടോട്ടൽ ജനന നിരക്ക് എടുക്കുമ്പോൾ അത് 4% മുകളിലാണ്. ഈ മനുഷ്യര് അക്കമ്പനീഡായിട്ടും ഇവര് വരുന്നതിന്റെ പിന്നിൽ ഇതുപോലെ ജനസംഖ്യാ വിസ്ഫോടനം നടക്കുന്ന ഒരു രാജ്യത്ത് നിന്നാണെന്ന് ആലോചിച്ച് നോക്കണം ഈ യൂറോപ്പിലേക്ക് ജനങ്ങൾ വരുന്നത്. അവർ ഏത് അവസ്ഥയിലും അങ്ങോട്ട് വരാൻ ബാധ്യസ്ഥരാണ്. പട്ടിണിയാണ്, അവിടെ ദുരിതമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇതെല്ലാം ഒരിക്കൽ ബ്രിട്ടൻ അല്ലെങ്കിൽ ഫ്രാൻസ് അല്ലെങ്കിൽ സ്പെയിൻ അല്ലെങ്കിൽ ജർമ്മനി അടക്കി വെച്ച രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളെല്ലാം. അപ്പോൾ കാലങ്ങളായിട്ട് ഇവിടെയുണ്ട്. പക്ഷെ ഈ കാലഘട്ടമായപ്പോഴത്തേനും വളരെയധികം തോതിൽ മൈഗ്രൻസ് വരുന്നു. അപ്പോൾ ഈ മൈഗ്രൻസിന് ഈ 1.05% മാത്രം ജനന നിരക്കുള്ള ആവറേജ് ഏജ് 43 വയസ്സായിട്ടുള്ള, ലോകത്തിൻ്റെത് 30 വയസ്സാണെന്ന് ഓർക്കണം ആവറേജ് ഏജ്. അന്നേരമാണ് യൂറോപ്യന്മാരുടെ 43 വയസ്സ്. അവിടേക്ക് മൈഗ്രന്റ് ആയിട്ട് വന്നവരുടെ ഇപ്പോൾ ഉള്ളവരുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 30 വയസ്സാണ്. അവരെ കഴിഞ്ഞും 13 വയസ്സ് കുറവാണെന്ന് ആലോചിച്ച് നോക്കണം അങ്ങോട്ട് വരുന്നവരുടെ. അപ്പോൾ ഇതുപോലെ ജനന നിരക്ക്, ഇപ്പൊ ആഫ്രിക്കയുടെ ഈ ഏജ് നിരക്ക് എന്ന് പറയുന്നത് അവരുടെ 19 വയസ്സാണ്. ഓവറോൾ 19 വയസ്സാണ്. അപ്പോൾ ഇങ്ങനെ യങ് ആയിട്ടുള്ള ഒരു ജനറേഷനാണ് ഇങ്ങോട്ട് മൈഗ്രന്റ് ആയിട്ട് വരുന്നത്. യൂറോപ്യന്മാർക്ക് അവിടെ പണിയെടുക്കാൻ ആളില്ല. അവിടെ പണിയെടുക്കാൻ ആൾ വേണമെന്നുണ്ടെങ്കിൽ ഇവർ വരണം. അവരിനി ജനസംഖ്യാപരമായിട്ട് ആലോചിച്ച് ഈ 1.05% എന്ന് പറയുന്നത് ഒരിക്കലും ഇനി മുന്നോട്ട് പോവുകയല്ല. അവിടേക്ക് ഇവർ കടന്നു വരിക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. കാരണം ഇപ്പോൾ ചൈനയുടെ എല്ലാം കടന്നുകയറ്റം, ഈ മാർക്കറ്റ് എക്കോണമിയിൽ ഏറ്റവും വലിയ മാർക്കറ്റ് യൂറോപ്പാണ്. പക്ഷെ ചൈന ഇപ്പോൾ കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കടന്നുകയറ്റത്തെ എല്ലാം ചെറുക്കാൻ യൂറോപ്പിന് ഈ മൈഗ്രൻസിനെ ആവശ്യമാണ്. ഇത് ഒരിക്കലും എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് ഇത് ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും ഭീകരമായ അതിൻ്റെ ഉള്ളിലെ വസ്തുത എന്ന് പറയുന്നത്, യൂറോപ്പിലെ ഈ അടുത്ത് ബ്രിട്ടനിലൊരു സർവേ നടന്നു. അതിൻ്റെ ഉള്ളിൽ മതത്തെ അടിസ്ഥാനമാക്കിയ ഒരു സർവേ നടന്നു. അതിൻ്റെ ഉള്ളിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരുടെ, അവർ സ്വയം ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞവരുടെ ഏജ് 51 വയസ്സാണ്. അതിൻ്റെ ഉള്ളിൽ മുസ്ലിമാന്ന് പറഞ്ഞവരുടെ ഏജ് 27 വയസ്സാണ്. ഇവിടെ ഈ അടിസ്ഥാനത്തിലാണ് 2050 ആകുമ്പോഴത്തേന് ഏകദേശം 14 മുതൽ 16% വരെ യൂറോപ്പിൽ മുസ്ലിം ജനസംഖ്യ ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിംസ് എങ്ങനെ ഭൂരിപക്ഷമാകും എന്നുള്ളത് ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഇനി 2050 ആകുമ്പോഴത്തേനും പറയുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും ഒരു ഗ്രൗണ്ട് റിയാലിറ്റി. ഇതാണ് യൂറോപ്യൻസിന് ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവില്ല. ഇതുവഴി അങ്ങ് മുന്നോട്ട് പോകുക എന്നുള്ളതല്ലാതെ ഒരു തിരിച്ചുവരവ് ഇനി അവർക്കില്ല. ഈ ആളുകൾ കുടിയേറുന്നവരുടെ രീതിയും അവസ്ഥയെല്ലാം ഇതാണ്. അവരുടെ ഏജ് ഇങ്ങനെയാണ്. അവരുടെ ഓവറോൾ ഏജ് ഈ പറയുന്നത് പോലെ ഇത്ര ചെറുതാണ്. പാകിസ്ഥാന്റെ ഒക്കെ 21 വയസ്സെന്നൊക്കെ പറയുമ്പം അവിടേക്ക് കുടിയേറുന്ന UK മൊത്തം പാകിസ്ഥാനികളാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പൊ യൂറോപ്പിന് ഇനി ഒരു തിരിച്ചുവരവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ദയനീയമായ വസ്തുത. അപ്പം റോബിൻ ചൂണ്ടിക്കാണിച്ചത് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്, വസ്തുതയാണ്. നമ്മൾ ആ തുടക്കത്തിൽ പറഞ്ഞതിന് സമാനമായിട്ടുള്ള രീതിയിൽ റോബിൻ പറഞ്ഞു. ഇപ്പോൾ അൺഅക്കമ്പനീഡ് മൈനേഴ്സ്, ആ ഏജ് ഗ്യാപ്പ്, ആ ഒരു ഡെമോഗ്രഫി എന്ന് പറയുന്നത് അത് ഒരു എന്താ പറയണേ, അതിഭീകരമാണ് യൂറോപ്പിന്റെ ഒരു അവസ്ഥ. നമുക്കറിയാം, ഈ ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികൾ ഒരു നാടിനെ പിടിച്ചടക്കിയിരുന്നത് ചരിത്രത്തിലേക്ക് നാം നോക്കുമ്പോൾ പ്രധാനമായും ആയുധ മാർഗത്തിലൂടെയാണ്. പക്ഷെ നമ്മൾ ഈ കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ ഒരു ചരിത്രം, യൂറോപ്പിന്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ അല്ലെ, ഒരു നിശബ്ദമായിട്ടുള്ള ഒരു അധിനിവേശം. അതിനകത്ത് അവിടെ രക്തം ചിന്തേണ്ടി വന്നിട്ടില്ല, ആയുധങ്ങൾ എടുക്കേണ്ടി വന്നിട്ടില്ല, വെടിപൊട്ടിക്കേണ്ടി വന്നിട്ടില്ല.
പക്ഷെ ഒരു നിശബ്ദമായിട്ടുള്ള ഒരു അധിനിവേശം ഒരു ഹ്യൂമൻ റിസോഴ്സിന്റെ രൂപത്തിൽ യൂറോപ്പിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു അല്ലെ. റോബിൻ സൂചിപ്പിച്ചതുപോലെ ഒരു തിരിച്ചുവരവ് അസാധ്യമെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അത് എത്രത്തോളം ഒരു ഇമ്പാക്ട്, പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവ സംസ്കാരത്തിൽ അടിയുറച്ച് വളർന്നിരുന്ന നാടാണ്. അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തില് ഈ ലോകമാസകലം നാം നോക്കുമ്പോൾ ഒരു ക്രിസ്ത്യൻ കൾച്ചറിന്റെ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ എത്രത്തോളം ഒരു ഇമ്പാക്ട് അത് ഉണ്ടാക്കുന്നുണ്ട് ജോജി? ഇവിടെ ജോർജിയും റോബിനും സൂചിപ്പിച്ചതുപോലെ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു അധിനിവേശത്തിലേക്കാണ് ശരിക്കും യൂറോപ്പ് പോകുന്നത്. ഇവിടെ റോബിൻ വളരെ വിശദമായിട്ട് പറഞ്ഞു ഇപ്പോഴത്തെ യൂറോപ്പിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച്. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് നാൾ വരെയും നമ്മൾ അറിയപ്പെടുന്ന യൂറോപ്പ് ഒരു ഡെവലപ്ഡ് കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. എല്ലാ അത്യാധുനികമായ സയൻറ്റിഫിക് അല്ലെങ്കിൽ സോഷ്യൽ പൊളിറ്റിക്കൽ എല്ലാ സെറ്റപ്പുകളുള്ളവർ, എല്ലാം തികഞ്ഞവർ. അവരുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 48 ഇയേഴ്സാണ്. നമ്മൾ മനസ്സിലാക്കണം. ആ സമയം നമ്മൾ വളരെ പൂറായിട്ട് കണക്കാക്കിടുന്ന കോണ്ടിനെൻ്റായ ആഫ്രിക്കയോ അല്ലെങ്കിൽ മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങൾ, ഈവൻ മുസ്ലിം രാജ്യങ്ങൾ എടുക്കുമ്പോൾ അവരുടെ എത്രയോ അതിനേക്കാൾ എത്രയോ എന്താ പറയുക ഒരു നല്ല ഉയർന്ന അവസ്ഥയാണ്, യങ്ങായ അവസ്ഥയാണ് അവരുടെ. അപ്പോൾ ഇങ്ങനെ ഒരു ഡെമോഗ്രഫി, ഇവിടെ ജോർജ് പറഞ്ഞോളൂ, ഇവിടെ ഈ ഡെമോഗ്രഫി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്നാ പറയുക, ഈ ഒരു അവസ്ഥയിൽ നിന്ന് യൂറോപ്പിന് തിരിച്ചു വരവ് വളരെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതിന് പല പല കാരണങ്ങളുണ്ട്. ശരിക്കും ഞാൻ പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഈ യൂറോപ്പിന് ശരിക്കും നഷ്ടമായത്, നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, യൂറോപ്പിന് നഷ്ടമായത് അവരുടെ ഐഡന്റിറ്റിയാണ്. ശരിക്കും എന്താണ് അവരുടെ ഐഡന്റിറ്റി പറയുന്നത്? അത് ക്രിസ്ത്യാനിറ്റിയാണ് ശരിക്കും. അപ്പോൾ ഈ ക്രിസ്ത്യാനിറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർ എന്തെല്ലാം പരിശ്രമിച്ചാലും അവരെ കൊണ്ട് തിരിച്ചു വരും ഒരിക്കലും സാധ്യമല്ല. ഇപ്പം ഇവിടെ മനസ്സിലാക്കണം, ഈ ക്രിസ്ത്യൻ രാജ്യങ്ങൾ എന്നുള്ള പേര് മാത്രമേ ഇന്ന് യൂറോപ്പിലുള്ളൂ. നമ്മൾ എത്ര പൊതിഞ്ഞു വെച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. അതിപ്പം ബ്രിട്ടൻ്റെ കാര്യം എടുത്തോ, ഫ്രാൻസ് എടുത്തോ, ജർമ്മനി എടുത്തോ, സ്പെയിൻ എടുത്തോ, ഇറ്റലി എടുത്തോ, പ്രമുഖരായ പാരമ്പര്യമുള്ള ക്രിസ്ത്യൻ രാജ്യങ്ങളെല്ലാം എടുത്തോ, ഇവിടെ പറഞ്ഞ പോലെ പേരിന് മാത്രമുള്ളവർ. ഇനി ഞാൻ പറയും, ഇനിയിപ്പോൾ റോബിൻ പറഞ്ഞു കൊടുത്ത മറ്റൊരു കാര്യമുണ്ട്. ഇതിനിടയ്ക്ക് ഒരു വലിയ ഗ്രൂപ്പുണ്ട്, ഒരു എത്തയിസ്റ്റ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു വിശ്വാസം ഇല്ലാത്തവർ. അവർ വല്ലാതെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, യൂറോപ്പിന് പറ്റിയെന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യൻ വിശ്വാസത്തെ കൈവിട്ടോടുകൂടി അവർ കാണുന്ന ഈ ഒരു സെക്കുലറിസ്റ്റ്, ഒരു ഓവർ ഫ്രീഡം, ഇൻഡിവിജ്വലിസ്റ്റിക് ഐഡിയ കൊണ്ടൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നവർക്ക്, പക്ഷേ അതൊന്നും നടക്കുകയില്ല. അങ്ങോട്ടാണ് ഇസ്ലാമിസ്റ്റുകൾ വരുന്നത്. അപ്പോൾ അവർക്ക് നന്നായിട്ട് പെരുമാറാനുള്ളൊരു നല്ല കളമായിട്ട് യൂറോപ്പ് മാറിയേക്കാണ്. അപ്പോൾ ഇവരുടെ ഈ തീവ്ര ആശയങ്ങളോട് പിടിച്ച് കാണുന്ന ഇപ്പോഴത്തെ യൂറോപ്പിൻ്റെ ഒരു ആശയങ്ങൾ കൊണ്ടോ ഐഡിയ കൊണ്ടോ ഒന്നും ഒരിക്കലും സാധിക്കില്ല. ഞാൻ ഉറപ്പ് പറഞ്ഞു, യൂറോപ്പിനൊരു സമാധാനപരമായ, നമ്മളിപ്പോൾ ഈ ഫാർ റൈറ്റുകാരുടെയൊക്കെ ഭയങ്കരമായ സമരം കാണുന്നുണ്ട്. അതിപ്പം ബ്രിട്ടനിലാണെങ്കിലും അല്ലെങ്കിൽ ജർമ്മനിലാണെങ്കിലും പലയിടങ്ങളിലും കാണുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും കാര്യമായ വിജയത്തിലേക്ക് എത്താൻ സാധിക്കില്ല. എന്നാ അറിയോ, രാഷ്ട്രീയക്കാർ എപ്പോഴും നോക്കുന്ന കേട്ടോ അറിയോ, ഡെമോഗ്രഫിയാണ് നോക്കുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഈ എന്നാ പറയുക, ഒരു നല്ല ഫ്യൂച്ചറുള്ള ഒരു ഡെമോഗ്രഫി എന്ന് പറയുന്നത് അത് മുസ്ലിംസിന്റെ ശരിക്കും. അത് കാരണം അവരെ സപ്പോർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഈ ഒരു വർഷങ്ങളൊക്കെ നോക്കി ഇല്ലീഗൽ മൈഗ്രൻസ് ക്രമാതീതമായി വരുന്നു. അവരെ ചുമ്മാ യാതൊരു ഇതുമില്ലാതെ ചുമ്മാ ഓരോ ബോട്ടിലും അങ്ങനെ എല്ലാത്തിനും ചുമ്മാ കയറ്റി വിട്ടേക്കുക. ഇനി അവർ വന്നിട്ട് അവർക്ക് വേണ്ട സ്വീകരണം വല്ല കൊടുത്തില്ലെങ്കിൽ ഉടനെ സോഷ്യൽ ആക്ടിവിസ്റ്റ് ഉടനെ അവരുടെ ജീവൻ അവർക്ക് വേണ്ടി ഡിമാൻഡ്. അപ്പൊ സ്വന്തം നമ്മൾ ഇരിക്കുന്ന കമ്പ് മുറുകയാണ്. ഞാൻ പറയുന്നത് ബുദ്ധി ഇവരുണ്ടെന്ന് നമ്മൾ പറഞ്ഞ യൂറോപ്യൻസിന് എന്ത് പറ്റിയത്? അവരിരിക്കുന്ന കമ്പ് മുറിച്ചുകൊണ്ട് തന്നെയാണ് ഇവരെ കയറ്റുന്നത്. ശരിക്കും ഇവരെ കയറ്റിക്കഴിഞ്ഞാലോ ഇവരെ ഈയിടെ ഒരു കണക്ക് പറഞ്ഞു, ഈ റേപ്പൊക്കെ അവിടെ വല്ലാതെ കൂടി. കാരണം വെച്ചാൽ എല്ലാം കുറ്റവാളികൾ വരുന്നവരാ. അതുപോലെ സോഷ്യലായിട്ടുള്ള അവരുടെ ആ സെറ്റപ്പ്, അവരുടെ ആ സിവിക് സെൻസ്, ഇതെല്ലാം പാടെ എന്താ പറയുക കംപ്ലീറ്റ് ഡിമോളിഷ് ചെയ്തു. അതെല്ലാം കാരണം ഇവർ തന്നെയാണ്. ശരിക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായി. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം, ഈ തുർക്കിയെക്കുറിച്ച് പറഞ്ഞില്ലേ, ഈ തുർക്കിയുടെ നമുക്കറിയാം, തുർക്കിയുടെ ഇപ്പോഴത്തെ ലീഡർ തായ്പ് എർദോഗൻ വളരെ ഒരു തീവ്ര സ്വഭാവമുള്ള ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മുസ്ലിം സ്ത്രീകൾ ഒരു പ്രസവിക്കാൻ വേണ്ടി തന്നെ ഗർഭപാത്രവുമായിട്ട് നിങ്ങൾ യൂറോപ്പിലേക്ക്, അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, എർദോഗന്റെ വാക്കിതാണ്. ഇതാണ്, നിങ്ങൾ മുസ്ലിം സ്ത്രീകൾ പ്രസവിക്കാൻ വേണ്ടി ഗർഭപാത്രമായിട്ട് നിങ്ങൾ യൂറോപ്പിലേക്ക് പോകണം. അപ്പം അവർക്ക് നോക്കി, അവർക്ക് കൃത്യമായ ഒരു ഐഡിയ ഉണ്ട് ഇത് എങ്ങനെ യൂറോപ്പിനെ പിടിക്കാം. ഈ ഡെമോഗ്രഫിയിലൂടെ ഉറപ്പായിട്ട് യൂറോപ്പിനെ പിടിക്കാം. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഒരു സോഴ്സ് എന്ന് പറയുന്നത് അത് ഉറപ്പാണ് ഡെമോഗ്രഫിയാണ്. അപ്പം നിങ്ങൾ പോകണം. ഇനി മറ്റൊരു കാര്യം, യൂറോപ്പിന് മറ്റൊരു തെറ്റിനെ കുറിച്ച് ഈ അറബി രാജ്യങ്ങളിലുള്ള ജസ്റ്റ് ഒരു രാജ്യത്തിലെ ഒരു മന്ത്രി പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇത്തരമുള്ള തീവ്രവാദ സംഘടനകളിലൊക്കെ ഫണ്ട്, ബാങ്ക്, ഈ സിസ്റ്റം എല്ലാം പ്രവർത്തിക്കുന്ന ഒന്നും ഒരു അറബ് രാജ്യത്തിലല്ല. അത് സൗദി അറേബ്യയിലോ ഖത്തറിലോ ഒമാനിലോ ബഹറിലോ ഒന്നുമല്ല, കുവൈറ്റിലും അല്ല. അത് പ്രവർത്തിക്കുന്നത് ലണ്ടനിലാണ്, അത് പ്രവർത്തിക്കുന്നത് വാഷിങ്ടണിലാണ്, അത് പ്രവർത്തിക്കുന്നത് പാരീസിലാണ്, അത് പ്രവർത്തിക്കുന്നത് എന്നാ പറയാ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്.
മനസ്സിലാക്കണം. അപ്പൊ അവർ ഇത്രമാത്രം വളരെ വിദഗ്ധമായി ഇതെല്ലാം കണ്ടെത്തി. കാരണം വെച്ചാൽ യൂറോപ്പിലെ ഒരു സോഷ്യൽ സെറ്റപ്പ് വെച്ച് തങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നന്നായിട്ട് നടത്താൻ പറ്റും. എന്നാൽ അതിനൊരു മുഖംമൊഴി ഇടാനും പറ്റും. മനസ്സിലാക്കണം. അപ്പൊ ആ മന്ത്രി പറഞ്ഞ അപ്പൊ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ഇവരെയൊക്കെ കേട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കണമായിരുന്നു എന്തുകൊണ്ട് ഞങ്ങൾ ഇവരെ കയറ്റിയില്ല. അപ്പം ഇങ്ങോട്ട് വന്നവരെല്ലാം നമ്മൾ കാണുന്ന പഞ്ചപാവങ്ങളെല്ലാം എക്സ്ട്രീം സ്വഭാവമുള്ളവരാണ്. അപ്പം ഇങ്ങനൊരു അവസ്ഥയിലൂടെ യൂറോപ്പ് കടന്നു പോകുമ്പോൾ ഒരു വളരെ ഇനി ഞാൻ പറയുന്നത് ജോർജി, എനിക്ക് തോന്നുന്നത് ഈ അവർക്കത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയെന്നൊരു സംശയമുണ്ട്. അതെ, അതാണ് ഇപ്പം കണ്ടില്ലേ, ഈ കഴിഞ്ഞ ഇത്രയും അനുഭവപാഠം ഉണ്ടായിട്ടും ഈ 2022-23 കാലഘട്ടങ്ങളിൽ മൈഗ്രേഷൻ എന്താ പറയുക, ഇല്ലീഗൽ മൈഗ്രൻസ്, മൈഗ്രേഷൻ ലീഗൽ അല്ല കേട്ടോ, ലീഗൽ മൈഗ്രൻസ് ഇന്ത്യയിൽ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ ഇല്ലീഗൽ മൈഗ്രൻസ് ഉണ്ട്. ഒരു പേപ്പറും വേണ്ട, ഡോക്യുമെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ കയറി വന്ന് അവിടുത്തെ ഇനി അവർ മനസ്സിലാക്കണം, അവർക്ക് കിട്ടുന്ന സൗകര്യം എന്നറിയോ, സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റി കിട്ടുന്നവർക്ക്, അവർക്ക് അങ്ങോട്ട് പൈസ കിട്ടുന്നു. അതൊക്കെയാണ് ഈ നേറ്റീവ് ആയിട്ടുള്ള അവിടുത്തെ ആൾക്കാരെ വല്ലാതെ ചൊടിപ്പിക്കുന്നത്. ഈ ഫാർ റൈറ്റിന്റെ ഈ ബ്രിട്ടനിൽ ഉണ്ടാകാനുള്ള ഈ പ്രശ്നം ഉണ്ടാകുന്ന കാരണം എന്നറിയോ, അവിടുത്തെ സിറ്റിസൺസിന് അവരുടെ എന്താ പറയുക മണ്ണിന്റെ മക്കൾക്ക് ഒന്നും കിട്ടുന്നില്ല. അവരുടെ അവസ്ഥ വളരെ മോശം. എന്നാൽ അവരുടെ ഈ മോശം അവസ്ഥ ഒന്നും കാണാതെ ഇങ്ങനെ കയറി വരുന്നവർക്ക് നല്ല സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റി, നല്ല രീതിയിലുള്ള റെസ്റ്റിംഗ് പ്ലേസുകൾ, നല്ല ഭക്ഷണം, അതിന്റെ ഒപ്പം തന്നെ ആ കൂടുതൽ പണവും ആ കൂടുതൽ എല്ലാ രീതിയിലുള്ള അരാജകത്വം ചെയ്യാനുള്ള അല്ലെങ്കിൽ അവിടെ മുഴുവൻ കുട്ടിച്ചോറാക്കാനുള്ള സകല സംവിധാനം ഗവൺമെന്റ് കൊടുക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് യൂറോപ്യനിലെ പല രാജ്യങ്ങളിലെ ഗവൺമെന്റുകൾ നിന്റെ പിടി വിട്ടുപോയി. അവർക്കിപ്പോ അറിയത്തില്ല. അവരിപ്പോ ആകെപ്പാടെ ഒരു ആഴക്കടലിലാണ്. എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൃത്യമായ ഒരു ഐഡിയ ഇല്ലാതെ അവർ കിടന്ന് വല്ലാതെ വലയുകയാണ്. അത് കറക്റ്റാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു പോയിന്റ് ഉണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്ന ഒരു അധിനിവേശം അവിടെ സംഭവിക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഒരു വിളനിലമായിട്ട്, ഒരു പ്ലാനിങ് ഗ്രൗണ്ട് ആയിട്ട്, അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് ആയിട്ട് യൂറോപ്പ് മാറിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഈ അഭയാർത്ഥികളുടെ രൂപത്തിൽ ഈ ഭീകരവാദം യൂറോപ്പിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നത്? അത് രണ്ട് പെർസ്പെക്റ്റീവിലാണ് ഈ ഭീകരവാദികൾ അത് ചെയ്യുന്നത്. ഒന്ന്, ഇവർ വരുന്ന രാജ്യത്ത് വെച്ച് തന്നെ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്ന ഗ്രൂപ്പുണ്ട്. അപ്പോൾ അങ്ങനെ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്ന ഒരു ഗ്രൂപ്പിനെ ഇവർ വിളിച്ചു കൂട്ടുന്നു. അതിനുവേണ്ട ഈ യൂറോപ്പിലേക്ക് വരുമ്പോൾ, ഈ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ, ഇല്ലീഗൽ മൈഗ്രൻസ് ആയി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുന്നു. ഇനി ആ ഗ്രൂപ്പിൽ തന്നെ രണ്ട് കൂട്ടരുണ്ട്. ഒരു കൂട്ടർ എന്ന് പറയുന്നത് അവിടുത്തെ അന്വേഷണ ഏജൻസികളുടെ ലിസ്റ്റിൽ പെടാത്ത എങ്കിലും റാഡിക്കലൈസ് ചെയ്യപ്പെട്ട ഗ്രൂപ്പുകൾ. അവർ സ്വാഭാവികമായിട്ടുള്ള ഔദ്യോഗികമായ മാർഗങ്ങളിലൂടെ യൂറോപ്പിലെത്തുന്നു. അതായത് പ്ലെയിൻ വഴി ടർക്കിയിലെത്തുന്നു, ഔദ്യോഗികമായ റൂട്ടിലൂടെ എത്തുന്നു. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ഈ അവിടുത്തെ അന്വേഷണ ഏജൻസികളുടെ ലിസ്റ്റിൽപ്പെട്ട റാഡിക്കലൈസ് ചെയ്യപ്പെട്ടത്. അവരാണ് ഈ ബോട്ടിലും മറ്റും ഈ ഇംഗ്ലീഷ് ചാനൽ വഴിയും ഒക്കെ എത്തിപ്പെടുന്നു. അവർ അവിടെ എത്തിച്ചേരുമ്പോൾ കൃത്യമായിട്ട് അവർക്കറിയാം എവിടെയാണ് പോകേണ്ടത്, എവിടെ ചെന്നാലാണ് അവരുടെ ഈ പറയുന്ന അവിടുത്തെ രാജ്യങ്ങളിൽ അഭയം കിട്ടാൻ സാധ്യതയുള്ളൂ. കൃത്യമായിട്ട് അവർക്കറിയാം. അതിനുള്ള ട്രെയിനിങ് ഉണ്ട്, അതിനുള്ള ഗ്രൗണ്ട് റിസോഴ്സും അവിടെയുണ്ട്. അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽഖ്വയ്ദ പോലുള്ള സംഘടനകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് യൂറോപ്പിൽ ഉണ്ടായിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കൂട്ടരാണ്, അതാണ് നമ്മൾ ഈ അൺഅക്കമ്പനീഡ് മൈനേഴ്സ് എന്ന് പറയുന്ന. അവർ എത്രത്തോളം ഒരു എന്താ പറയുക, ഒരു ഭീതിജനകമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ യൂറോപ്പിനെ കടത്തിവിടുന്നതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഈ പറയുന്ന അൺഅക്കമ്പനീഡ് ആയിട്ടുള്ള മൈഗ്രൻസ്, ഈ പറയുന്ന മൈനേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ, അവർ ഈ പറയുന്ന ഇംഗ്ലീഷ് ചാനലൊക്കെ കടന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ എത്തുന്നു. അവർ ഈ പറയുന്ന അവിടെ ചെല്ലുമ്പോൾ ഉടനെ തന്നെ ഈ പറയുന്ന അസൈലം അല്ലെങ്കിൽ അഭയം, രാഷ്ട്രീയ അഭയം അവർക്ക് കിട്ടിയെന്നിരിക്കത്തില്ല. അവർ ഈ പറയുന്ന പോലെ ഡിറ്റൻഷൻ സെന്റർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലാക്കുന്നു. മുതിർന്ന വ്യക്തികളൊപ്പമാണ് അവർ ആക്കുന്നത്. അവർ വന്ന ഒരു കൾച്ചർ, അവർ ഇപ്പോൾ എത്തിയ രാജ്യത്തെ കൾച്ചർ, അത് തമ്മിൽ ഒരു കോൺട്രഡിക്ഷൻ അവിടെയുണ്ട്. അപ്പോൾ അവരവിടെ ഒരു റോൾ മോഡലായിട്ട് അല്ലെങ്കിൽ ഉപദേശം സ്വീകരിക്കുന്നത് ഈ പറയുന്ന ഡിറ്റൻഷൻ സെന്ററിൽ അല്ലെങ്കിൽ റെഫ്യൂജി ക്യാമ്പിലുള്ള മുതിർന്നവരുടെ പക്കൽ നിന്നാണ്. ആ മുതിർന്നവരിൽ പലരും റാഡിക്കലൈസ് ചെയ്യപ്പെട്ടവരാണ്. അപ്പോൾ അങ്ങനെ അവരിൽ നിന്നും ഒരു റാഡിക്കലൈസേഷന്റെ എലമെന്റ്സ് ഇവരിലേക്ക് എത്തും. ഇനി രണ്ടാമത്തെ കാര്യമുണ്ട്. ഈ പറയുന്ന പ്രോപ്പർ ആയിട്ടുള്ള മാർഗങ്ങളിലൂടെ അവരവിടെ എത്തുന്നു, രാഷ്ട്രീയ അഭയം കൊടുക്കുന്നു. പിന്നീട് ഈ NGO പോലത്തുള്ള, നേരത്തെ ജോജി സൂചിപ്പിച്ച സോഷ്യൽ സംഘടനകളിലൂടെ അവർക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു. ഇനി കിട്ടാതെ പോകുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവർ വളരെയധികം നിരാശയിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവരെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് ഈ ജോലി കിട്ടാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ കാഫറുകളാണ്, അതായത് നിങ്ങളുടെ രാജ്യത്തിന്റെ ദുരവസ്ഥയുടെ കാരണം കാഫറുകളാണ് എന്ന തരത്തിലുള്ള ഒരു പമ്പിങ് ഇവർക്ക് കൊടുക്കുന്നു. അതായത് ഈ പറയുന്ന ഇവർക്ക് അവിടെ എത്തുമ്പോൾ ഫ്രീ ഇന്റർനെറ്റും എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൂടെ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ പരിശോധിക്കും. അപ്പോൾ ഈ ഒരു നിരാശയിലൂടെ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ ഒരു വൾണറബിൾ ആയിട്ടുള്ള പൊസിഷനിലൂടെ കടന്നു പോകുന്നവരെ ഐഡന്റിഫൈ ചെയ്യും. അവർക്ക് ഇത്തരത്തിലുള്ള ഒരു പമ്പിങ് കൊടുക്കും. നിങ്ങളുടെ പ്രശ്നത്തിന് കാരണം ഇൻഫിഡിൽസ് ആണ് അല്ലെങ്കിൽ കാഫിറുകളാണ്, അപ്പോൾ അവർക്കെതിരെ നിങ്ങൾ പോരാടണം എന്ന തരത്തിൽ കൊടുക്കും. പിന്നെ എന്ന് പറയുന്നത് ഈ പറയുന്ന
വീഡിയോ ഗെയിംസ്, ഈ വയലന്റ് സ്വഭാവമുള്ള വീഡിയോ ഗെയിംസ്, ഒപ്പം തന്നെ നമുക്കറിയാം പണ്ടത്തെ ഈ തീവ്രവാദികളുടെ പ്രൊപ്പഗണ്ട വീഡിയോ എന്നൊക്കെ പറയുന്നത് ഈ താലിബാൻ സ്റ്റൈലിൽ അത്തരത്തിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കറുത്ത ഡ്രസ്സ്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ വലിയ ജീൻസും വല്ല ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള ഈ ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ തീവ്രവാദികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊപ്പഗണ്ട വീഡിയോസ് ആണ് ഈ ടീനേജേഴ്സിന് മുമ്പിൽ കൊടുക്കുന്നത്. അങ്ങനെ അവർ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടു. അവർ ഒരു എരയാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഈ തീവ്രവാദികളുടെ നിയന്ത്രണത്തിലുള്ള നമുക്കറിയാം കഴിഞ്ഞ ദിവസം ജർമ്മനിയിലൊക്കെ ചില മോസ്കുകളൊക്കെ അടിച്ചുപൂട്ടി. അപ്പൊ ഈ ഇത്തരം മോസ്കുകളിലേക്ക് ഇവരെ വിളിക്കുന്നു, ഇവർക്ക് ഡയറക്റ്റ് ഒരു ട്രെയിനിങ് കൊടുക്കുന്നു. അപ്പൊ ഒരു ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്രൂപ്പ് ചാറ്റ് ഉണ്ടാക്കുന്നു, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെ ഈ പറയുന്ന ഈ ഗോഡൌണുകളിലും അല്ലെങ്കിൽ പ്രൈവറ്റ് ഹൗസുകളിലൊക്കെ മീറ്റിങ്ങുകളിലും റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നു. ഇവരെ ലോൺ വൂൾഫ് അറ്റാക്കിന് വിടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇവർ ചെയ്യുന്നുണ്ട്, അത് ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യും. അതായത് ഇവിടേക്ക് കൊണ്ടുവരാനുള്ള സഹായങ്ങളെല്ലാം ഇവർ ചെയ്യും. അതിനുള്ള സാമ്പത്തിക സഹായം ഞങ്ങളാണ് ചെയ്തത്, ഇനി ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഒറ്റ കൊടുക്കും എന്ന തരത്തിലുള്ള കാര്യം. വേറൊരു കാര്യം കൂടി ഇവർ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ നാട്ടിലുള്ള മാതാപിതാക്കളെ ഞങ്ങൾ വകവരുത്തും എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് ഈ റാഡിക്കലൈസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഈ ടീനേജേഴ്സിനെ ഇവർ റാഡിക്കലൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഈ വർഷം തന്നെ പല കേസുകളിലും, യൂറോപ്പിലെ പല കേസുകളും എടുത്തു നോക്കുമ്പോൾ അതിൽ പ്രതികളാക്കപ്പെടുന്നത് 15ഉം 18ഉം വയസ്സുള്ള ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ്. അതായത് രണ്ട് ഉദാഹരണം, അതായത് രണ്ട് വാർത്ത ഞാൻ ഒന്ന് പറയാം, അപ്പൊ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ വർഷം മാർച്ച് 15-year-old attacked a 50-year-old Orthodox Jew in Zurich, Switzerland, shouting death to Jews. After the attack, a video emerged of the Swiss boy originally from Tunisia pledging allegiance to IS and vowing jihad against Jews and attacks on synagogues. ഇനി അടുത്തൊരു വാർത്ത. In Germany, a terrorist cell was uncovered in April, leading to the arrest of 2 girls aged 15 and 16 and a 15-year-old boy from ജർമ്മനിയിലെ ഒരു സ്ഥലത്തിന്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിലെ ചാറ്റ് ഒക്കെ പരിശോധിച്ച് ചെയ്യുമ്പോൾ revealed plans to act for the Islamic nation by attacking churches, police stations to kill as many people as possible. നമ്മൾ ആലോചിച്ച് നോക്കി, ഈ 15-14 വയസ്സുള്ള കുട്ടികൾ ഇത്തരത്തിലുള്ള റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നതിന്റെ അത് എങ്ങനെ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നു? അത് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം 2019 IS-നെ ഒക്കെ തുടച്ചു നീക്കി എന്ന് പറയുമ്പോൾ പോലും അവർ ഒരു പ്രത്യക്ഷത്തിൽ അവർ തുടച്ചു നീക്കപ്പെട്ടുവെങ്കിലും ഈ വെർച്വൽ വേൾഡിൽ അവർ വളരെയധികം ആക്റ്റീവാണ്. ഈ നൂതനമായിട്ടുള്ള സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ, ടെലിഗ്രാം പോലുള്ള മെസ്സേജിങ് ആപ്പുകൾ, അതൊക്കെ ഉപയോഗിച്ച് ഈ യൂറോപ്പിനെ ഒരു കൊലക്കളമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം, അല്ലേ? അത് വലിയൊരു അരക്ഷിതാവസ്ഥ തന്നെയല്ലേ ലോകത്താകമാനം സൃഷ്ടിക്കുന്നത്? അതെ, ഇത് നമ്മൾ ശരിക്കും പരിശോധിക്കുമ്പോൾ നമ്മൾ ഈ രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസമുണ്ട്. ഇപ്പം ഏറ്റവും നിസ്സാരം പറയുകയാണെങ്കിൽ, ഈ പാകിസ്ഥാനിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു വാർത്ത വന്നത്, പാകിസ്ഥാനിലെ 2 ഏരിയയിലുള്ള ആളുകൾ തമ്മിൽ അവിടെ ചെറിയ എന്തോ കാര്യത്തിന് വേണ്ടി ബഹളമുണ്ടായി. അവിടെ ഉണ്ടായിക്കഴിഞ്ഞ് പിന്നീട് ഇവർ തമ്മിലുള്ള ക്ലാഷ് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർട്ടാറുകളും മിസൈൽ ലോഞ്ചറുകളും ഒക്കെ വെച്ചിട്ടാണ് ഇവര്, തോക്ക് മാത്രമല്ല, അത് നമ്മളെ അത്ഭുതപ്പെടുത്തികളാണ്. നമ്മൾ സാധാരണ 2 രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തികളിലാണ് ഈ മോർട്ടാറുകളും മിസൈൽ ലോഞ്ചറുകളും ഒക്കെ വെച്ചിട്ടുള്ള ആക്രമണം നടക്കുക. അവിടെ ഈ 2 ഏരിയയിൽ അതിന്റെ സൈന്യം ഇടപെട്ട അവസാനം അങ്ങനെ വലിയ പ്രശ്നമായിട്ട് അങ്ങനെയാണ് അത് തീരുന്നത്. അപ്പൊ അതാണ് ഈ ഏരിയകൾ മൊത്തം ഏകദേശം ഈ ഒരു സംസ്കാരമാണ്, ഇതുപോലത്തെ ഒരു സംസ്കാരം. ഇപ്പൊ ആഫ്രിക്കയാണെങ്കിലും അവിടെ ആഭ്യന്തര കലഹവും ആഭ്യന്തര യുദ്ധങ്ങളും അതുപോലെ തന്നെ തീവ്രവാദി ആക്രമണങ്ങൾ. ഇപ്പൊ നമ്മൾ ഈ നൈജീരിയയുടെ കാര്യം അവിടെയാണെങ്കിലും നമുക്കറിയാം ബoko haram തീവ്രവാദികളുടെ. ഈ നോർത്തേൺ ആഫ്രിക്ക മൊത്തം ഏകദേശം എല്ലാം അരക്ഷിതാവസ്ഥ കൂടെ പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സിറിയ ആണെങ്കിലും ഇറാഖ് ആണെങ്കിലും എല്ലാം ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള സംസ്കാരത്തിൽ നിന്ന് ചെല്ലുന്ന, യൂറോപ്പിലേക്ക് ചെല്ലുന്ന ആളുകളാണ്. അവിടെ ചെന്ന് കഴിയുമ്പം ഇവർക്ക് ഈ യൂറോപ്പിന്റെ വലിയ സെക്യുലറിസം, യൂറോപ്പിന് ഇപ്പൊ എന്തുവാണുള്ളത്? യൂറോപ്പിന് സെക്യുലറിസം ആണുള്ളത്. അവിടുത്തെ രാജ്യങ്ങളെല്ലാം സെക്യുലറിസമാണ്. സ്പെയിൻ എടുക്കുക, ജർമ്മനി എടുക്കുക, ഫ്രാൻസ്, ഇറ്റലി, അതുപോലെ തന്നെ ബ്രിട്ടൻ, ഇവരെല്ലാം ഏകദേശം സെക്യുലറിസം. ഇവർക്ക് കൊടുക്കാനുള്ളത് ഈ സെക്യുലറിസമാണ്. ഈ കടന്നു വരുന്ന ഇവരുടെ സംസ്കാരവും ആ സംസ്കാരവും തമ്മിൽ ഒരിക്കലും ചേർന്ന് പോകുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ വസ്തുത. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പം പണ്ട് ബ്രിട്ടീഷ് ഹിസ്റ്ററി വായിച്ചപ്പോൾ ചരിത്രം, ഈ ബ്രിട്ടനിൽ ആദ്യം ഉണ്ടായിരുന്ന റോമാക്കാരുടെ സംസ്കാരം, അത് കഴിഞ്ഞ് അങ്ങോട്ട് വന്ന ഇപ്പോഴത്തെ ആളുകളുടെ പിൻതലമുറ, അവരെ അന്ന് ഈ ചരിത്രം, ബ്രിട്ടന്റെ ചരിത്രം തന്നെ ബ്രിട്ടീഷ് ഹിസ്റ്ററി ആണ് വിളിക്കുന്നത് ബാർബേറിയൻസ് എന്നാണ് വിളിക്കുന്നത്. അവർ വന്നിട്ട് ഇവർ ചെയ്തു എന്ന് പറയുന്നത്, ഈ റോമാക്കാരുടെ അന്ന് റോമ സാമ്രാജ്യം വലിയ പുരോഗമിച്ചാണ്, ആ വലിയ പുരോഗമിച്ച സംസ്കാരം മൊത്തം അവർ ഇടിച്ചു നിരത്തി എന്നാണ് പറയുന്നത്. ലിറ്ററലി ഇടിച്ചു നിരത്തിയിട്ട് അവരുടെ സംസ്കാരം അവരവിടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അന്ന് അവരെന്ത് ചെയ്തോ അതേ സാധനമാണ് ഇന്ന് ഈ ചെല്ലുന്ന ആളുകൾ അവിടെയും ചെയ്യുന്നത്. ഇവരുടെ സംസ്കാരം, അവരുടെ സംസ്കാരമായിട്ട് അവർക്ക് ഇഴുകിച്ചേർന്ന് പോകാൻ യാതൊരു കാരണവശാലും കഴിയുന്നില്ല. അവരുടെ സംസ്കാരം സെക്യുലറിറ്റി സംസ്കാരമാണ്. അവിടെ സ്വർഗ്ഗഭോഗം, അതും അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ ഫ്രീ ആണ്, എന്തും ചെയ്യാം, സെക്സ്വൽ ഫ്രീഡം, ഇങ്ങനെയുള്ള ആ ഒരു സംസ്കാരത്തോട് ഇഴുകിച്ചേർന്ന് പോകാൻ ഇവിടെ നിന്ന് ചെല്ലുന്ന ആളുകൾക്ക് ഒട്ടും കഴിയുന്നില്ല.
അവിടെ അവർ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നു. ഒരു രീതിയിൽ പറഞ്ഞാൽ ഈ പറയുന്ന പല തീവ്രവാദത്തിന്റെയും ബേസിക് എന്ന് പറയുന്ന ഈ ഒരു റെസിസ്റ്റൻസിന്റെ സ്വഭാവമുണ്ട്. പലപ്പോഴും ഡാൻസ് ക്ലാസ്സിൽ പോയവരെ അറ്റാക്ക് ചെയ്യുന്നു പറയുമ്പം ഇവർക്ക് ഇവിടെ ഡാൻസ് ഇത് ഹറാമാണ് എന്നുള്ളൊരു വസ്തുതയുണ്ട്. അതുപോലെ തന്നെ സ്വർഗരതിയുടെ അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ ഏത് നൈറ്റ് ക്ലബ്ബിൽ പോയിട്ട് അറ്റാക്ക് നടത്തുന്നു എന്ന് പറയുമ്പം ഇവർക്ക് ഇത് ഹറാമായിട്ടുള്ള സാധനമാണ്, ഇവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാധനമാണ്. അങ്ങനെ ഒരു വശവും കൂടി ഇതിന് ഉണ്ട് എന്നുള്ളത്. കാരണം ഈ രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ ചേർന്ന് പോകണില്ല. പുതിയ സംസ്കാരം ഇവിടുന്ന് ചെല്ലുന്നവർ അവിടെ പുതിയ സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. അത് തദ്ദേശീയരായവർക്ക് പറ്റുന്നില്ല. ആ തദ്ദേശീയരായവരെ ഇവർ ഭീഷണിപ്പെടുത്തുന്നു. ഇവരുടെ കുട്ടികളടക്കമുള്ളവർ തദ്ദേശീയരായവരെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ ഈ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു കാലത്തും ഒന്ന്, യൂറോപ്പിന് അഭയാർത്ഥികളെ ആവശ്യമാണ്, അതുകൊണ്ട് തന്നെ അവരെ തള്ളിക്കളയാൻ കഴിയില്ല. രണ്ട്, ഈ അഭയാർത്ഥികൾക്ക് അവരുടെ സംസ്കാരമായിട്ട് ചേർന്ന് പോകാൻ കഴിയില്ല. അപ്പോൾ ഈ ക്ലാഷ് കാലങ്ങളായിട്ട് നിലനിൽക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. ഇവിടെ ജോർജ് മറ്റൊരു വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം ഇതാണ്. നമ്മൾ ഈ ഒരു യൂറോപ്പിന്റെ പ്രശ്നമായിട്ട് നമ്മൾ ഈ ഒരു ഇസ്ലാം ടെററിസം മാത്രം കണ്ടാൽ പോരാ. ശരിക്കും ഇവിടെ റോം പറഞ്ഞ വളരെ 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 പ്രാധാന്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ ശരിക്ക് ഇതിൻ്റെ പുറകിൽ യൂറോപ്പ് ക്രിസ്ത്യാനിറ്റിയെ കൈവിട്ട് കഴിഞ്ഞപ്പോൾ കടന്നു വന്ന ഇലുമിനാറ്റി, ഫ്രീമേസൺ, അല്ലെങ്കിൽ ഒരു എന്നാ പറയുക ഒരു തനി ലൂസിഫേറിയൻ ഐഡിയാസ് ഉണ്ട് ശരിക്കും. അപ്പൊ അതല്ല ഈ സെക്കുലർ ആ ഒരു സംസ്കാരവുമായിട്ടും അല്ലെങ്കിൽ ഈ ഒരു ഓവറായ എന്നെ പേഴ്സണൽ ഫ്രീഡമായി ബന്ധപ്പെട്ട ഇതെല്ലാം വളരെ എന്നാ പറയുക വളരെ ക്ലോസ്ലി കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാവോ, ശരിക്കും എന്താ പറയുക, ഇവിടെ പറഞ്ഞതുപോലെ അവിടെ കുടുംബമില്ല, വിവാഹമില്ല, ധാർമ്മികതയില്ല, അല്ലെങ്കിൽ എന്താ പറയുക ഒരു സാമൂഹികമായിട്ടുള്ള ചിട്ടവട്ടങ്ങളില്ല. അപ്പൊ എല്ലാം കൊണ്ട് ഒരു ആകെപ്പാടെ എന്നാ പറയുക ഒരു വളരെ കുഴഞ്ഞു പറഞ്ഞ അവസ്ഥ, അല്ലെങ്കിൽ മറുപടി പറയുന്ന തനി അധാർമികത. അല്ല, ഞാൻ ചോദിക്കണം, യൂറോപ്പ് ഒരു കാലത്ത് ശരിക്കും എന്താ പറയുക ഒരു ഈ മതവിശ്വാസത്തിലും അതേപോലെ തങ്ങളുടെ ആ ഒരു വലിയ എന്നാ പറയുക പ്രാർത്ഥനയിലും വിശുദ്ധ ജീവിതത്തിലും ഒക്കെ വലിയ കേൾവി കേട്ട യൂറോപ്പിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇവരെന്ത് ഓമന പേരിട്ട് വിളിച്ചാലും തനി അരാജകത്വവും ആകെപ്പാടെ എന്താ പറഞ്ഞ ഒരു കുഴഞ്ഞു പറഞ്ഞ ഒരു തനി ഒരു ഈ നാരകീയ പ്രതീതിയാണുള്ള ശരിക്കും ഇത് തിരിച്ചറിയുന്നത്. അപ്പൊ ഞാൻ പറയാം, അപ്പൊ ഈ ഒരു അവസരമാണ് ശരിക്ക് ഇസ്ലാമിസ്റ്റുകൾ മുതലെടുത്തേക്കുന്നത്. അപ്പൊ അവർക്ക് ഞാൻ പറയാൻ ഉറപ്പായിട്ട് പറയുകയാണ്, ഒരു പരിധിവരെ യൂറോപ്പിന് എന്നാ കൊടുക്കുന്നൊരു പാഠമാണ് ശരിക്കും. നിങ്ങൾ എവിടെ ആയിരുന്നു, നിങ്ങളുടെ അവസ്ഥ ഇപ്പൊ എന്താണ്, നിങ്ങൾ ഈ അവസ്ഥയെ തുടർന്ന് പോയാൽ നിങ്ങൾക്ക് രക്ഷയില്ല, അതാണ് അവസ്ഥ കാണിക്കുന്നത്. അപ്പൊ ശരിക്കും ഞാൻ പറയാം, ചില തല്ലു കൊടുത്തുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ചില ദുരവസ്ഥകളോട് ഇവരെ കടത്തി വിട്ടുകൊണ്ട് തന്നെ ഇവരുടെ ശരിയായ ഐഡന്റിറ്റി, അത് ക്രിസ്ത്യാനിറ്റി, യേശു വിശ്വാസത്തിലേക്ക് ഇവരെ ശരിക്കും ദൈവം തിരിച്ചു വിളിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് ഇപ്പോൾ. പല രാജ്യങ്ങളും ഇപ്പൊ ഇതിന്റെ ഇടയിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഞങ്ങൾ ക്രിസ്ത്യൻ രാജ്യമാണ്, ഞങ്ങളൊരു ക്രിസ്ത്യൻ രാജ്യമാണെന്ന് പല രാജ്യങ്ങളും പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം വൈകിപ്പോയി എന്നുള്ളതാണ് ഇതിന്റെ ഉള്ളിൽ ഒരു ചോദ്യം. അതെ, അത് കറക്റ്റാണ്. കാരണം റോബിനും ജോജിയും സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ ഈ പറയുന്ന ഈ എക്സ്റ്റേണൽ ആയിട്ട് യൂറോപ്പിൽ ഈ അഭയാർത്ഥികളുടെ രൂപത്തിൽ വന്ന ഒരു ത്രെട്ട് അതവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് യൂറോപ്പ് അവരുടെ പരമ്പരാഗത മൂല്യങ്ങളിൽ നിന്നും അകന്നുപോയി എന്നുള്ളൊരു കാര്യം വളരെ കറക്റ്റാണ്. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഈ കുടുംബ മൂല്യങ്ങൾ. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഈ അൺഅക്കമ്പനീഡ് ആയിട്ടുള്ള മൈനേഴ്സ്, പ്രത്യേകിച്ച് ഈ പറയുന്ന സിറിയ, ഇറാഖ്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മൈനേഴ്സിനെ ഇവരെങ്ങനെ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നു. സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് തദ്ദേശീയരായിട്ടുള്ള അവിടുത്തെ ടീനേജേഴ്സിനെയും യൂത്തിനെയും ഇവർ റാഡിക്കലൈസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ബ്രോക്കൺ ഫാമിലീസിൽ നിന്ന് വരുന്നു. പലരുടെയും ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഈ യൂറോപ്പ് കുടുംബ മൂല്യങ്ങളിൽ നിന്നുമൊക്കെ അകന്നു പോയത് കാരണം ഒറ്റപ്പെട്ട ഒരു തുരുത്തുകളായിട്ടാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിലെയും പല ടീനേജേഴ്സും കഴിയുന്നത്. അപ്പോൾ ഇവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പലരും ജീവിക്കുന്നത് സോഷ്യൽ മീഡിയ വേൾഡിലാണ്, വെർച്വൽ വേൾഡിലാണ്. നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം തന്നെ, നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്ന അത്തരം വീഡിയോസ് ആയിരിക്കും നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസും അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ സജഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, IS ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് അവരൊരു ഫിസിക്കൽ ഒരു സ്ട്രെങ്ത് എന്നതിനേക്കാൾ ഉപരി വെർച്വൽ വേൾഡിൽ അവർ ഭയങ്കര അധികം സ്ട്രോങ് ആണ്. അവരുടെ ഒരു അൽഗോരിതം അല്ലെങ്കിൽ അവർ ഈ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഈ കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു കുട്ടി പറയുന്ന പോലെ നമുക്കറിയാം, നമുക്കിപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ കാലത്ത് ന്യൂജന്റെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഒരു മൂഡ് എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ആ കുട്ടിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇടുന്ന വാട്സപ്പ് സ്റ്റാറ്റസ്, ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ്, ഫേസ്ബുക്ക് സ്റ്റാറ്റസ്. അപ്പോൾ ഇത് കഴുകം കണ്ണോടെ നോക്കി നിൽക്കുന്ന പലരും ഈ പറയുന്ന തീവ്രവാദ ശക്തികളുടെ രൂപത്തിൽ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു ടീനേജർ, ഒറ്റപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ബ്രോക്കൺ ആയിട്ട് നിൽക്കുന്ന ഒരു ടീനേജർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു തീവ്രവാദ ശക്തിക്ക് മനസ്സിലായി ഇവനെ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവന് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആശ്വാസ വചനങ്ങളുടെ രൂപത്തിൽ ആദ്യമേ ഇവനെ അപ്രോച്ച് ചെയ്യുന്നു. പിന്നീട് ഇവൻ
പറ്റുന്ന ഒരു ഇരയാണ് എന്ന് കാണിച്ചു കഴിയുമ്പോൾ കുറെ കൂടി ഈ പറയുന്ന വയലന്റ് ആയിട്ടുള്ള വീഡിയോസ്, അതായത് ഈ തീവ്രവാദത്തെ ഹീറോയിക് ആറ്റിറ്റ്യൂഡിലൂടെ പ്രസന്റ് ചെയ്യുന്ന വീഡിയോസ്. അപ്പൊ ഒരു ടീനേജറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അവന് ചിലപ്പോൾ എന്തെങ്കിലും തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു ഹീറോ ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രസന്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അവന്റെ മനസ്സിലുണ്ടെങ്കിൽ അവൻ അത്തരത്തിലുള്ള വീഡിയോയിലേക്ക് ആകർഷണമാകുന്നു, പയ്യെ അവനെ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നു. പിന്നെ ഇവനെ യൂസ് ചെയ്തുകൊണ്ട് പല തീവ്രവാദ പദ്ധതികളും അവിടെ ആസൂത്രണം ചെയ്യുന്നു. അതാണ് പല തീവ്രവാദ കേസുകൾ നാം എടുത്ത് പരിശോധിക്കുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ ആ പേര് കാണുമ്പോൾ നാം വിചാരിക്കും ഈ വ്യക്തിക്ക് ഒരു കുടിയേറ്റ ബാക്ക്ഗ്രൗണ്ട് ഇല്ലല്ലോ എന്ന്. പക്ഷെ ഇതിന്റെ ആത്യന്തികമായിട്ട് ഇവിടെ റൂട്ട് വരുന്നത് സെയിം തന്നെയാണ്. അല്ല, ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാല് സഭ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുടുംബ ബന്ധങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കുടുംബ ബന്ധം ഇമ്പോർട്ടൻസ്, അതിന്റെ ഇമ്പോർട്ടൻസ് ഇല്ലാതായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും സഭ എന്തുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതിന്റെയൊക്കെ ഏറ്റവും വലിയ മികച്ച ഉദാഹരണമാണ് യൂറോപ്പ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം യൂറോപ്പ് വഴി തെറ്റിയത് വസ്ത്രധാരണത്തിലൂടെയാണെന്നൊരു സംസാരം പറയുന്നുണ്ട്. സഭ ഏറ്റവും കൂടുതൽ അതിനെ നിഷ്കർഷിച്ചപ്പോൾ സഭനെ ഏറ്റവും കൂടുതൽ ആളുകള് ക്രിട്ടിസൈസ് ചെയ്തതും ഈ ഒരു കാര്യത്തിലായിരുന്നു ക്രിട്ടിസൈസ് ചെയ്തത്. പക്ഷെ ഇന്ന് ഇത്രയും കാലഘട്ടം കഴിഞ്ഞപ്പോൾ യൂറോപ്പ് തന്നെ ഒരു ഉദാഹരണമായി മാറിയിരിക്കുകയാണ്. സഭയുടെ കുടുംബ ബന്ധങ്ങളിലുള്ള മൂല്യം സഭ മുറുകെ പിടിച്ചതിൽ എത്രത്തോളം അത് ഒരു രാജ്യത്തെ തന്നെ കെട്ടുറപ്പിൽ നിർത്തുന്നതിന് അത് എത്രത്തോളം ഭൂഖണ്ഡത്തെ തന്നെ കെട്ടുറപ്പിൽ നിർത്തുന്നതിൽ അത് എത്രത്തോളം അത്യന്താപേക്ഷിതമായിരുന്നു എന്നുള്ളത് ഒരു വസ്തുത. അത് നമുക്ക് വളരെ വലിയൊരു പാഠം തന്നെയാണ്. അതെ, കറക്റ്റാണ്. നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. ഈ അടുത്ത നാളുകളിൽ ഒരു ശ്രദ്ധേയമായിട്ടുള്ള സർവേ വന്നിരുന്നു ഈ ബ്രിട്ടനിൽ. അതായത് ബ്രിട്ടനിലെ ഈ മുസ്ലിം വംശജരിൽ ഭൂരിഭാഗം പേരും തങ്ങൾ ബ്രിട്ടനിൽ ജീവിക്കാൻ ഭയപ്പെടുന്നു എന്ന തരത്തിലുള്ള ഒരു സർവേ വന്നിരുന്നു. അതിനകത്ത് ഞാൻ പറയാൻ കാരണം ഇവർ ജീവിക്കാൻ ഭയപ്പെടുന്ന ബ്രിട്ടനിലേക്ക് തന്നെയാണ് ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നും ഈ പറയുന്ന അഭയാർത്ഥികൾ എത്തുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം പൊതുസമൂഹത്തിന് നമുക്ക് വിടാം. ഒപ്പം നമ്മൾ സ്ഥിരം നമ്മുടെ ഈ അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പറയുന്ന കാര്യമാണ്, ഈ പറയുന്ന അഭയാർത്ഥികളായിട്ട് വരുന്നവർക്ക് ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് യൂറോപ്പിലേക്ക് വരേണ്ട ആവശ്യമില്ല. തൊട്ടടുത്ത് തന്നെ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളുണ്ട്. പക്ഷെ അവർ അവിടെ വാതിലുകൾ കൊട്ടിയടിച്ചിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതും നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു കൺക്ലൂഷനിലേക്ക്, ഒരു സമാപന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്. യൂറോപ്പ് അതിൻ്റെ ഒരു തിരിച്ചുവരവ് ഒരു അസാധ്യം, അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഒരു അസാധ്യം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം അത്രത്തോളം അവിടേക്ക് ഈ അഭയാർത്ഥികളുടെ രൂപത്തിൽ ഒരു നിശബ്ദമായിട്ടുള്ള ഒരു അധിനിവേശം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ ഇപ്പോഴും അത് നിർബോധം പല രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന ഒരു ഫാർ റൈറ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പല ഗ്രൂപ്പുകളും എന്തുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ശക്തി പ്രാപിക്കുന്നു എന്നതിന്റെ ഉത്തരവും ഈ അനിയന്ത്രിതമായിട്ടുള്ള ഈ കുടിയേറ്റത്തിന്റെ രൂപത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വന്ന പ്രതിസന്ധികൾ, വെല്ലുവിളികൾ ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടം യൂറോപ്പ് ലോകരാജ്യങ്ങൾക്ക് ഒരു പാഠം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പരമ്പരാഗത മൂല്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് യൂറോപ്പിന്റെ കേസിൽ നാം എടുക്കുമ്പോൾ യൂറോപ്പ് വളർന്നു വന്നത്, യൂറോപ്പിന്റെ അടിസ്ഥാനം തന്നെ എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ സംസ്കാരമാണ്, ക്രൈസ്തവ മൂല്യങ്ങളാണ്. പരമ്പരാഗത കുടുംബ ബന്ധങ്ങളിൽ അടിയുറച്ച, പരമ്പരാഗത കുടുംബ ധാർമ്മിക മൂല്യങ്ങളിൽ അടിയുറച്ച ഒരു സംസ്കാരത്തിലാണ് യൂറോപ്പ് വളർന്നു വന്നത്. എന്ന് അതിനോട് നോ പറഞ്ഞുവോ, എന്ന് അതിനോട് യൂറോപ്പ് നോ പറയാൻ ആരംഭിച്ചുവോ, അന്ന് തുടങ്ങി യൂറോപ്പിന്റെ ഈ ഒരു അധപതനം. യൂറോപ്പിന്റെ ഒരു സഹിഷ്ണുത മനോഭാവത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നും ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയ ഒരു അജണ്ട തിരിച്ചറിയാൻ യൂറോപ്പ് വൈകിപ്പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിലെ ഞങ്ങളുടെ ഒരു നിലപാട് ഇതാണ്. ഇന്ന് യൂറോപ്പിന് സംഭവിച്ച ആ ഒരു ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥ, ആ ഒരു പ്രതിസന്ധി, അത് ലോക രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മറ്റൊരു യൂറോപ്പ് ആ രാജ്യങ്ങളിലും തീർച്ചയായിട്ടും ആവർത്തിക്കും. വോട്ട് എന്ന് പറയുന്നത്, നേരത്തെ ഞങ്ങളുടെ ഈ നിലപാട് ഈ ഒരു എപ്പിസോഡിൽ തന്നെ ചർച്ച ചെയ്തതുപോലെ, ഒരു ഡെമോഗ്രാഫിക്സിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമൊക്കെ മുന്നോട്ട് പോകുന്നത്. ആ ഒരു ഡെമോഗ്രാഫിക്സിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നോക്കി തീരുമാനങ്ങൾ ഭരണകൂടങ്ങൾ എടുക്കുകയാണെങ്കിൽ പിന്നീട് ആ ഒരു നാട് ഭരിക്കുവാൻ ഉള്ള ഒരു അവസരം പോലും ആ ഭരണകൂടങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന ഒരു വ്യക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് യൂറോപ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നാടിന്റെ ഭാവിയെ കരുതി, ഒരു നാടിന്റെ സുരക്ഷിതമായ ഒരു ഭാവിയെ കരുതി, സമാധാനപൂർവമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ കരുതി ഇത്തരം ഛിദ്ര ശക്തികളെ, ഇസ്ലാമിക തീവ്രവാദ ശക്തികളെ അകറ്റി നിർത്തുവാനുള്ള ഒരു ആർജവത്വം,
ഒരു ഉറച്ച ഒരു നിലപാട് പ്രഖ്യാപിക്കുവാൻ ലോക രാഷ്ട്രങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ, നിലവിൽ ഭരിക്കുന്ന ഭരണകൂടങ്ങൾ തങ്ങളുടെ ആ ഒരു തെറ്റ് മനസ്സിലാക്കി, തങ്ങൾക്ക് സംഭവിച്ച ആ ഒരു അബദ്ധം മനസ്സിലാക്കി അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ തിരുത്തുന്ന ഒരു നിലപാടിലേക്ക് കടന്നു വരട്ടെ എന്ന വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.